ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓവർ ദ റെയിൻബോ എന്നൊരു സിനിമയെ കുറിച്ചാണ്. പ്രണയം മഴ പോലെ പെയ്തിറങ്ങുന്ന ഈ സിനിമ പറയുന്നത്, ഇതിൽ നമ്മുടെ നായകന് ഒരു കാർ ആക്സിഡൻറ്റിലൂടെ തൻ്റെ കഴിഞ്ഞ കാലത്തെ കുറച്ച് ഓർമ്മകൾ നഷ്ടപ്പെടാം. ഈ കാലയളവിൽ തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നുവെന്ന് അവന് പിന്നീട് മനസ്സിലാവും. ആ പെൺകുട്ടി ആരാണ്? തൻ്റെ പ്രണയം അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അവർ തമ്മിൽ ഒന്നിക്കോ എന്നൊക്കെയുള്ള ഈ സിനിമയുടെ കഥയണമെങ്കിൽ കൂടെ പോന്നോളൂ. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ മൂവിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നല്ലൊരു മഴയത്ത് ഒരു കാർ സിഗ്നലിൻ്റെ അടുത്ത് ഒന്ന് നിർത്തുന്നു കാണിക്കുക. ആ കാർ ഓടിക്കുന്ന ആളാട്ടോ ഈ കഥയിലെ ഹീറോ ജിൻസു അപ്പോൾ ആ മഴ പെയ്തു നോക്കി തൻ്റെ കഴിഞ്ഞ കാല ഓർമ്മകളിലേക്ക് പോവാ. ഇതിനിടയിൽ മഞ്ഞ നിറത്തിലുള്ള കൃഷി എന്ന പൂക്കളും അവൻ ആരെയും ഓർത്ത് അപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് ജിൻസു സിഗ്നൽ നോക്കാതെ വണ്ടി മുന്നോട്ടെടുക്കുക. അതിൻ്റെ ഫലമോ എതിരെ വരുന്ന വണ്ടി അവൻ്റെ കാറിന് ഇടിച്ചു തെറിപ്പിക്കുക. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജിൻസുവിനെയാ. അപ്പോൾ അവനെ കാണാനായി അവൻ്റെ ഫ്രണ്ട് സാങ്വിയോ വരാ. പിന്നെ ജിൻസുവിന് കാര്യമായ പരിക്കൂറൊന്നുമില്ല കേട്ടോ. കുറച്ചു നേരം അവനും ഫ്രണ്ടും കൂടി സംസാരിച്ചിരിക്കുന്നുണ്ട്. അതിനിടയിൽ നാളെ ഡിസ്ചാർജ് ആവുമെന്ന് അവൻ പറയും. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ഫ്രണ്ട് അവിടുന്ന് പോകും. പിന്നെ കാണിക്കുന്നത് അവൻ്റെ വീടാ. വീട്ടിൽ അവനൊരെങ്കിലും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ജിൻസു ലാൻഡ് ലൈനിൽ വന്ന വോയിസ് മെസ്സേജുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടിയുടെ വോയിസ് കേൾക്കാം. ഡാ, നിന്റെ ഫേവറേറ്റ് ലൈറ്റർ എൻ്റെ മേശപ്പുറത്തിൽ നിന്ന് എനിക്ക് കിട്ടി. ഇത് കണ്ടപ്പോൾ എനിക്ക് നിനക്ക് തിരിച്ചു തന്നെന്ന് തോന്നാം. നീ ഫ്രീ ആകുമ്പോൾ വിളിക്ക്. ഇതാരാന്ന് എത്ര ആലോചിച്ചിട്ടും ജിൻസുവിനെ പിടിയിട്ടില്ല. അനിയനോട് ചോദിക്കുമ്പോൾ അവൻ്റെ ആരുമല്ലെന്ന് അവനും പറയും. പിന്നെ ഇതാരാന്ന് അവൻ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഓർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ടി വിയിൽ ഒരു സിനിമയും കാണുന്നുണ്ട്. അപ്പം അവൻ്റെ അനിയൻ, നീ നാളെ ഓഫീസിൽ പോകണ്ടോ? പോകണം. ഈ സിനിമ തീർന്നിട്ട് വേണം കിടക്കാൻ. ഇത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടുപടാനല്ലേ? ഇതേക്കുമ്പോൾ ജിൻസ് ഒന്നും ഞെട്ടും. കാരണം അവനത് ഓർമ്മയില്ല. അപ്പോൾ അവന് തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ വരുക. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അവിടെ നമ്മുടെ ഹീറോയിൻ യുൻഹി തൻ്റെ ഫ്രണ്ടിനോടൊപ്പം എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വന്നേക്കാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനിടയിൽ യുൻഹി ജിൻസുവിനെ ടി വിയിൽ കാണാം. അവൻ ഒരു ടെലിവിഷൻ ചാനലാട്ടോ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഡെയിലിയുള്ള കാലാവസ്ഥ റിപ്പോർട്ട് വായിക്കുന്നത് അവനാ. അവനെ കണ്ടപ്പോൾ തന്നെ യുൻഹി ഫ്രണ്ടിനോടൊന്നും പറയാതെ നേരെ വീട്ടിലോട്ട് പോവാ. എന്നിട്ട് ആ ലൈറ്റർ എടുത്ത് വെച്ച് കത്തിച്ച് അതും നോക്കിയിരിക്കും. ഈ സമയം ജിൻസു ചാനലിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവനെ ഹോസ്പിറ്റലിൽ കാണാൻ വന്ന ഫ്രണ്ടില്ലേ സാങ്വിയോ, അവനുമായി ഒരു ബാറിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു കഴിയുമ്പോൾ ലിയോ എന്ന് പറയുന്ന മറ്റൊരു ഫ്രണ്ടും കൂടി അവിടേക്ക് വരും. പിന്നെ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് ഇരിക്കും. ഇതിനിടയിൽ ലിയോ ജിൻസുവിനെയും കൊണ്ട് ഒരു ഇൻഷുറൻസ് എടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഈ അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ സാങ്വിയോ ഇതിന് പാര വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് ലിയോ ജിൻസുവിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കും. അതും ഫാമിലി ഇൻഷുറൻസ്. നിനക്ക് ഫാമിലി ആകുമ്പോൾ എല്ലാവരെയും ആഡ് ചെയ്യാലോ എന്നും പറഞ്ഞു. അപ്പം ജിൻസു, നീയും അധികം വൈകാതെ നിന്റെ പെണ്ണ് മിയാമിയെ കെട്ടാൻ നോക്ക്. അപ്പം നിനക്ക് എടുക്കാലോ ഫാമിലി ഇൻഷുറൻസ് എന്ന് തമാശയ്ക്ക് പറയാ. എന്നാൽ ഇത് കേട്ട് മറ്റു രണ്ടുപേരും പെട്ടെന്ന് ഭയങ്കരമായിട്ട് സൈലന്റ് ആവാ. ശേഷം ജിൻസുവിനെ ഒറ്റയ്ക്ക് ഇടുമ്പോൾ സാങ്വിയെ ചോദിക്കും, നിനക്കെന്താ പ്രാന്തായോ? നീ ഇതര മിയാമിനെ അവളോട് കെട്ടാനൊക്കെ പറഞ്ഞേ? എന്തേ അവർ തമ്മിൽ പിന്നെയും ബ്രേക്കപ്പ് ആയോ? എടാ, കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ അവൾ മരിച്ചില്ലേ? നീയും ഉണ്ടായില്ലോ ഫ്യൂണറലിന്. ഇത് കേൾക്കുന്നോടെ അവനാക്കി വല്ലാണ്ടാവും. പിന്നെ വീട്ടിലോട്ട് പോണ വഴി അവളൊരു കാര്യം മനസ്സിലാവും. ആ ആക്സിഡന്റിന് ശേഷം തൻ്റെ കുറച്ച് വർഷത്തെ ഓർമ്മകൾ തനിക്ക് നഷ്ടമായെന്ന്. അങ്ങനെ അതൊക്കെ ഓർത്ത് അവനൊന്ന് കിടക്കാ. പിറ്റേ ദിവസം അനിയൻ്റെ ശബ്ദം കേട്ടാ അവൻ എണീക്കുന്നേ. ഡാ പോപ്പോ, നീ പിന്നെയും വന്നാ? ഇടയ്ക്ക് നീ എങ്ങോട്ടാ പോണേ എന്നൊക്കെയായിരിക്കും അത്. ഉടനെ ജിൻസു എണീറ്റ് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അവൻ ചെന്ന് നോക്കുമ്പോൾ അനിയനെ ഒരു പട്ടിക്കുട്ടി എടുത്ത് വെച്ച് പോപ്പോ എന്ന് വിളിച്ച് കളിപ്പിക്കുക. അപ്പം ജിൻസു, ഇത് നീ വളർത്തുന്നതാണോ? ഞാൻ വളർത്തുന്നതോ? ചേട്ടായിക്കൊരു പെൺകുട്ടി ഗിഫ്റ്റ് തന്നതല്ലേ? ദേ, ഈ പെൺകുട്ടിയാന്ന് പറഞ്ഞ് ആ പട്ടിയുടെ ലോക്കറ്റിലുള്ള ഒരു കാർട്ടൂൺ പോലത്തെ ചിത്രം അവനെ കാണിക്കുക. ചേടാ, ഇത് ഏത് പെൺകുട്ടിയാണെന്ന് ജിൻസു വീണ്ടും ആലോചിക്കുക. അപ്പോഴാണ് വീണ്ടും ലാൻഡ് ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് വന്നേക്കുന്നത് അവർ കാണുന്നത്. അപ്പോൾ അതിൽ, നിന്റെ ലൈറ്റർ എനിക്ക് തിരിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചേ. പക്ഷെ ഇപ്പോൾ അതിന് നമുക്കിടയിൽ വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ. ഇതും കൂടി കേൾക്കുന്നതോടെ ജിൻസു ആകെ അസ്വസ്ഥനാവും. എപ്പോഴും ഈ കുട്ടി ഏതാന്നുള്ളൊരു ചിന്തയിലായിരിക്കും അവൻ. ഇതിനിടയിൽ ജോലിയുടെ ഭാഗമായി സാങ്വിയോ UK പോവാട്ടോ. അപ്പോൾ അവനെ യാത്ര അയക്കാനായി ജിൻസോയും എയർപോർട്ടിൽ പോകുന്നുണ്ട്. അവിടെ വെച്ചവൻ സാങ്വിയോട് ചോദിക്കും, ഡാ, ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയുടെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഇല്ലല്ലോ. എന്താടാ, ഞാൻ അറിയാത്ത പല ചുറ്റുകളിൽ നിനക്കുണ്ടായിരുന്നോ? ഹേ,
അങ്ങനെയൊന്നുമില്ലടാ, ബാക്കി ഞാൻ നീ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് അവനെ യാത്രയാക്കാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജിൻസുവിൻ്റെ വീടാ. അവിടേക്കപ്പോൾ അവൻ്റെ അനിയും വരുമായിരിക്കും. അപ്പം വീണ്ടും ഒരു കോൾ വന്ന് വോയിസ് മെസ്സേജ് ആവാൻ പോകുന്നത് അവൻ കേൾക്കാ. ഉടനെ അവൻ പോയി ആ കോൾ എടുക്കും. എന്നിട്ട് അവൻ, ഹലോ, നിങ്ങളാണോ എൻ്റെ ചേട്ടന് പട്ടീനെ ഗിഫ്റ്റ് ചെയ്തേ? അതെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. ഇനി അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നണില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വിളിച്ചേനെ. അയ്യോ, അതുകൊണ്ടല്ല, അവനൊരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻറ്റോ? എന്നിട്ട് അവനെന്തെങ്കിലും പറ്റുമോ? പുറമേ പരിക്കുകളൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ഓർമ്മക്കുറവുണ്ടോ എന്നൊരു സംശയം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പരസ്പരം കണ്ടാൽ നന്നായിരിക്കുന്ന. ശേഷം ജിൻസുവിൻ്റെ അനിയൻ്റെ നിർദ്ദേശപ്രകാരം അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ വെച്ച് കാണുക. അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. യുൻഹി സ്നേഹിച്ചതും വിളിച്ചുകൊണ്ടിരുന്നതും ജിൻസുവിനെയല്ല, അവൻ്റെ ഫ്രണ്ട് സാങ്വിയോനെയാണ്. പണ്ട് ഇവരെല്ലാവരും ഒന്നിച്ചാ താമസിച്ചിരുന്നേ. അതുപോലെ തന്നെ ഇവരെല്ലാവരും ഒരേ കോളേജിലാട്ടോ പഠിച്ചിരുന്നേ. അതുകൊണ്ട് തന്നെ യുൻഹിക്ക് ജിൻസുവിനെ നന്നായി അറിയാം. അതുകൊണ്ട് അവർ പരസ്പരം സംസാരിക്കുക. അപ്പോൾ നിനക്ക് കോളേജ് ലൈഫൊന്നും ഇപ്പോൾ ഓർമ്മയില്ല? ഇല്ല, ഇപ്പോഴും നന്നായി കോണ്ടാക്ട് ഉള്ളവരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സാങ്യോയ്ക്ക് വരെ എന്നെ കണ്ടപ്പോൾ നിനക്ക് സങ്കടമായില്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല, എല്ലാം നിനക്കും അറിയാവുന്നതല്ലേ. സാങ്വിയോ ഇപ്പോൾ ജോലിയായി ബന്ധപ്പെട്ട് UK വരെ പോയേക്കാ. 2 ആഴ്ച കഴിയും തിരിച്ചു വരാൻ. അത് കഴിയുമ്പോൾ നീ അവനെ കോണ്ടാക്ട് ചെയ്യുന്നു പറഞ്ഞ് അവൻ്റെ വിസിറ്റിംഗ് കാർഡും കൊടുത്ത് ജിൻസു അവിടുന്ന് പോരാ. പിന്നെ വീട്ടിൽ വന്ന് അവൻ ഈ കാര്യങ്ങളെല്ലാം അനിയനോട് പറയും. ഇത് കേൾക്കുമ്പോൾ അവൻ, അയ്യേ, ഇതെന്ത് കുന്തം, ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ, ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോകാൻ വന്ന് ആക്സിഡൻ്റ് ആയപ്പോൾ ചേട്ടൻ്റെ കാറിലുണ്ടായ സാധനങ്ങളെല്ലാം ഒരാൾ ബോക്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിക്കുക. അവനത് പരിശോധിക്കുമ്പോൾ മുഖം വ്യക്തമല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണാം. അതാരാന്ന് അവൻ ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ആ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വരുന്ന പോലെ അവന് തോന്നും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവൻ ഈ ഡോക്ടറെ പോയി കാണുന്നുണ്ട്, തനിക്കെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾക്ക് IMR എന്നൊരു പ്രശ്നമാണ്. ആ ആക്സിഡൻറ്റിൽ നിങ്ങൾക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ മനസ്സ് ശ്രമിക്കുമ്പോൾ അത് പല സ്വപ്നങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണിത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും അവളെപ്പറ്റി ഓർക്കുന്നതും ഇപ്പോൾ അവളെ സ്വപ്നമൊക്കെ കാണുന്നതും എന്ന് ഡോക്ടർ പറയാ. അങ്ങനെ ജിൻസു അവളെ തേടി ഇറങ്ങാ. ആദ്യം പോണത് നമ്മുടെ ലിയോൻ്റെ അടുത്തായിരിക്കും. ആ ക്ലിയർ അല്ലാത്ത ഫോട്ടോ കാണിച്ചിട്ട് നിനക്ക് ഇവളെപ്പറ്റി വലുത് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ, ഇത് നമ്മുടെ ക്ലബിൽ വെച്ച് എടുത്തതാണെന്ന് തോന്നുന്നു. നിനക്ക് ഓർമ്മയില്ലേ, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലബ്ബ്, അവിടെ വെച്ചല്ലേ നമ്മൾ ഇത്രയ്ക്കൊക്കെ ക്ലോസ് ആയേ? ജിൻസുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഒരു ക്ലബ്ബൊന്നും ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്ന വേറൊരു കൂട്ടുകാരി ഫ്രണ്ടിനോട് പോയി ചോദിക്കും. അവൾക്ക് പൂവിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സാ. അവളെ ജിൻസോ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അവൾ, അപ്പോൾ ഇതാണല്ലേ ഫ്രഷ്യ മഞ്ഞപ്പൂക്കൾ ഇഷ്ടമുള്ള നിന്റെ പെൺകുട്ടി? ഓ, നീ മറന്നുപോയി കാണൂലേ, ആ ആക്സിഡൻ്റ് ആയ ദിവസം നീ ഇവിടെ ഒന്ന് പൂക്കൾ വാങ്ങിയിരുന്നു. ഇതും കൂടി കേൾക്കുന്നതോടെ ആരെ ഈ പെൺകുട്ടി എന്നറിയാനുള്ള കൗതുകം അവന് കൂടുക. അങ്ങനെ പിറ്റേ ദിവസം അവൻ ഈ ഫോട്ടോ യുൻഹീനെയും കാണിച്ചു കൊടുത്ത്, ഇവളെ നീ അറിയോ എന്ന് ചോദിക്കാം. അവളിത് കണ്ടിട്ട്, ഇത് നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ജൂലി ആണെന്ന് തോന്നുന്നു എന്ന് പറയാം. ഒരു തവണ നീ അവൾക്ക് ഫ്രഷ്യ മഞ്ഞപ്പൂക്കൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും കൂടി അവൾ പറയും. ഇത് കേട്ട് ജിൻസു അവളെ കാണാനായിട്ട് പോവാ. അവളിന്നൊരു ഡാൻസ് മാസ്റ്ററാ. അവളെ കണ്ട് ചോദിക്കുമ്പോൾ, ഞാനല്ല ഈ പെൺകുട്ടി എന്ന് പറയും. അന്ന് കോളേജിൽ എൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ നീ കുറെ പൂക്കളുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഈ മഞ്ഞപ്പൂവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ ഫ്രഷ്യ എന്ന് പറഞ്ഞു. എന്താടാ, നിനക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണോ? ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല. എന്നാ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നീ അവിടുന്ന് പോയി. പിന്നെ ഒരു തവണ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നീ ഫ്രഷ്യ പൂക്കൾ കൊടുക്കുന്നത് ഒരു ജനലിനുള്ളിൽ കൂടെ. അത് നമ്മുടെ യഗ്മിയായിരുന്നു. ഇത് കേൾക്കുന്നോടെ ജിൻസു യഗ്മിയുടെ അടുത്തേക്ക് പോവാ. അവളുടെ അടുത്ത് ചെന്ന് ഇത് പറയുമ്പോൾ അവളല്ല എന്ന് പറയും. അന്ന് ജൂലി മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയും. ഫ്രഷ്യ പൂക്കൾ എനിക്ക് ഭയങ്കര അലർജിയാ. നീ എൻ്റെ അടുത്ത് വന്നത് ഈ ബൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തുമ്മൽ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നീ എന്നോട് സോറി പറഞ്ഞു. എൻ്റെ ക്ലബിലെ പെൺകുട്ടികൾക്കെല്ലാം ഈ പൂ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. എല്ലാ പെൺകുട്ടികൾക്കല്ല, ദേ ആ പെൺകുട്ടിക്കല്ലേ എന്ന് ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ നീ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അവളുടെ കയ്യിലിരിക്കുന്ന പൂ മാത്രമേ ഞാൻ കണ്ടോളൂ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ജിൻസു യുൻഹിനെ വിളിക്കുന്നതാ. അപ്പോൾ അവൾ പറയും, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, എൻ്റെ ബർത്ത്ഡേ അന്ന്. അങ്ങനെ അവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാം. ശേഷം കാര്യങ്ങളെല്ലാം അവളോട് പറയും. അപ്പോൾ അവൾ, ചേടാ, എന്നാലും നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ഏതാന്ന് പറഞ്ഞ്
അവൾ ആലോചിക്കുക. ഈ സമയം ജിങ്സു അവളറിയാതെ ഓർഡർ ചെയ്ത കേക്ക് വരുവാട്ടോ. അപ്പം ജിങ്സു അല്പം വൈകിയാണെങ്കിലും എൻ്റെയും ബർത്ത്ഡേ വിഷസ് എന്ന് പറഞ്ഞ് അവൾക്കൊരു ഗിഫ്റ്റും കൂടി കൊടുക്കുക. ഇത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ അവൾ, നിനക്ക് ഓർമ്മയുണ്ടോ ഇതുപോലൊരു ബർത്ത്ഡേ ദിവസമോ നീ നമ്മുടെ ക്ലബിലേക്ക് വന്നേ? ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ കേക്കൊക്കെ വാരി അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീനിയർ നമ്മുടെ ഇടയിലേക്ക് പുതിയൊരാൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിക്കുന്നേ. അവിടെ വെച്ചാ നീ സാങ്വിയോനെയും ലിയോനെയും ഒക്കെ പരിചയപ്പെടുന്നേ. അന്ന് നീ ഒരു നാണം കുണുങ്ങിയായിരുന്നു. ക്ലബിലെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് ഒരുപാട് സംസാരിച്ചു. എന്നാ നീ അതിന് മറുപടി മാത്രം പറഞ്ഞു എന്നല്ലാതെ വേറൊന്നും മിണ്ടിയില്ല. ഒരു ബുക്ക് നോക്കി അങ്ങനെ അങ്ങ് ഇരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൻ ചിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് അന്നത്തെ ദിവസം അടിപൊളിയാക്കാം. പിന്നെ പോവാൻ നേരത്ത് യുൻഹി അവനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, തൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ തന്നതിന്. അപ്പോൾ അവൻ, ശരിക്കും താങ്ക്സ് ഞാനാ പറയണ്ടേ. എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി ആരും ഇത്രയും സമയമൊന്നും ചിലവഴിച്ചിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ അവൾ ചിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമോ അവിടെ ഇപ്പോൾ ജിൻസു ഓഫീസിൽ ഫ്രീ ആയിരിക്കുമ്പോൾ കോളേജിലെ പൂർവ്വകാല കുട്ടികളുടെ ലിസ്റ്റ് പരിശോധിക്കുക. അപ്പോൾ അതിൽ യുന എന്ന പെൺകുട്ടിയുടെ പേര് കാണാം. അവളുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ ഇവൻ്റെ പേരുണ്ട്. ഉടനെ തന്നെ ജിൻസു യുൻഹിനെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നീ അറിയോന്ന്? അറിയോന്നോ? അവൾ നമ്മുടെ ക്ലബ്ബിൽ ചേർന്നത് ആരെ കാണാനാണെന്നറിയോ? നീ നേരിട്ട് വാ, ഞാൻ പറയാം. അങ്ങനെ അവരന്നും കണ്ടുമുട്ടും. ശേഷം അവൾ പറയാൻ തുടങ്ങി, ഒരു ദിവസം ഞാൻ ക്ലബ്ബിലിരിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോട്ട് പോയി. എന്താണെന്ന് ചോദിച്ചപ്പോൾ, നീ യൂജിനുമായി നല്ല കൂട്ടല്ലേ? അതെ. എന്താ, നിനക്ക് അവൻ ഇഷ്ടമാണോ? ഏയ് അങ്ങനെയല്ല, അവൻ നന്നായി ഫോട്ടോ എടുക്കുമെന്ന് കേട്ടു. എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് അതൊന്ന് പഠിച്ചാൽ കൊള്ളായിരുന്നു. എന്നാ നീ ഞങ്ങളുടെ ക്ലബ്ബിൽ ചേർന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നാ എനിക്കെന്നേ അറിയായിരുന്നു അവൾ നിന്നെ കാണാനാ ഈ ക്ലബ്ബിൽ ചേർന്നതെന്ന്. അങ്ങനെ നിങ്ങൾ അടുപ്പിക്കാനായി ഞാൻ പല കാര്യങ്ങളും നോക്കി. ഒരു ദിവസം ഞാനും നീയും യുവനെയും കൂടി ഒരു സിനിമയ്ക്ക് പോയി. ഇതിനിടയിൽ സിനിമയിലിടയ്ക്ക് ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വന്നപ്പോഴേക്കും നീ സ്ക്രീനിന് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് ഞാൻ വന്ന് ചോദിച്ചപ്പോൾ, ഇനി നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ എന്നെ വിളിക്കരുത്, അവളോട് പറഞ്ഞേക്ക് എനിക്ക് വേറൊരു കുട്ടിയെ ഇഷ്ടമെന്ന്. അന്ന് അത്രയും ദേഷ്യത്തിൽ ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇവളായിരിക്കുന്നു തോന്നുന്നില്ല എന്ന് യുൻഹി പറയാം. ഇത് കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ടെന്ന് അവനും ഒപ്പം പറയും. പിന്നെയും അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ജിൻസുവിൻ്റെ വാച്ച് അവൾ ശ്രദ്ധിക്കുന്നത്. നീ ഇപ്പോഴും ഈ വാച്ചാണ് കിട്ടുന്നേ? കോളേജിലും നീ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നേ? ഇത് പഴയ മോഡലാണെങ്കിലും ഇതിൽ അലാറം വെക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിടയിലൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഈ വാച്ച് എന്ന് പറഞ്ഞ് അവൾ ആ വാച്ചിൽ അലാറം വെക്കാൻ നോക്കാം. പക്ഷേ അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൻ്റെ നാളെ നോക്കാമെന്ന് പറഞ്ഞ് അവർ പിരിയാ. അവൾ പോയതും ആ വാച്ചിൻ്റെ അലാറം അടിക്കുക. ഇത് കാണുമ്പോൾ ജിൻസുവിന് ചിരി വരുക. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ജിൻസുവിൻ്റെ ഓഫീസാ. അവിടെ അവരുടെ ബോസ് റേറ്റിംഗ് കുറവാന്ന് പറഞ്ഞ് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. അങ്ങനെ ആ ഷൗട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ജിൻസുവിനെ യുൻഹി വിളിച്ചിട്ടുണ്ടാവും. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്, വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞ്. അന്ന് വൈകുന്നേരം അവർ തമ്മിൽ കാണുക ഒരു ബോട്ടിനുള്ളിലെ റെസ്റ്റോറൻറ്റിൽ വെച്ചായിരിക്കും അത്. അപ്പോൾ യുൻഹി, ഞാൻ ആദ്യമായിട്ടാ ഇതുപോലൊരു ബോട്ടിൽ കയറുന്നത്. ഇത്രയും നാൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാത്തൊരാൾ. പറഞ്ഞിട്ട് കാര്യമില്ല, കോളേജിന് ശേഷം ടെൻഷൻ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, താനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ സോറി, ഞാൻ അത് വിട്ടുപോയി. ഇന്നലെ കോളേജിൽ നടന്ന മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഒരു ദിവസം കോളേജിൽ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ വന്ന് ഇംഗ്ലീഷിൽ കവിത എഴുതാൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ ടീച്ചർ ആ കവിതയുമായി ക്ലാസ്സിലേക്ക് വന്നു. ഇംഗ്ലീഷിൽ, നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു, എന്നാലും ചിലത് കൊള്ളാം, അതിലൊന്ന് ജിൻസുവിൻ്റെയാ എന്ന് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ച് നിന്നോട് ആ കവിത വായിക്കാൻ പറഞ്ഞു. ശേഷം നീ വായിക്കാൻ തുടങ്ങി. ദ ട്രൈൻസ് ഓഫ് സൺഷൈൻ, സൂര്യപ്രഭയുടെ അടയാളം. നീ ഇവിടെ മഴവില്ലിനല്ലേ സൂചിപ്പിച്ചേക്കുന്നേ? അതെ, സാധാരണ കവിതയിലും സാഹിത്യത്തിലും മഴവില്ലിനെ സൂചിപ്പിക്കുന്നത് നിഷ്കളങ്കമായ കുട്ടിയെയോ പ്രതീക്ഷയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ കവിതയിൽ നീ നിന്റെ സൂക്ഷ്മ പ്രണയത്തെ സൂചിപ്പിച്ചേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. എന്താ, സത്യല്ലേ? അപ്പം നീ അതേന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ക്ലാസ്സിലെ എല്ലാവർക്കും ഒരു അമ്പരപ്പായിരിക്കും. പിന്നെ എല്ലാവരും നിന്നെ മഴവില്ല എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. എല്ലാവർക്കും അതാരാന്നറിയാൻ വലിയ താല്പര്യവുമായിരുന്നു. നീ ഇപ്പോൾ അന്വേഷിക്കുന്ന പെൺകുട്ടി ചിലപ്പോൾ ഈ മഴവില്ലായിരിക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. അറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. പിന്നെ കുറേ പിള്ളേര് അത് നമ്മുടെ ജൂനിയേഴ്സിലെ കുട്ടിയാന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിട്ടോ. അന്ന് അവർ പിന്നെയും വേറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസവും അവർ കാണുന്നുണ്ട്. അപ്പോൾ യുൻഹി അവനോട് ചോദിക്കും, ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്നും നിനക്ക് വലുത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോന്ന്. ഞാൻ മറ്റുള്ളവരുടെ ഓർമ്മയിലൂടെ എന്നെ തിരിയുമ്പോൾ
അവർക്കുണ്ടായ ഒരു അനുഭവം ആയിരിക്കില്ല ചിലപ്പോൾ എനിക്കതിലൂടെ ഉണ്ടായത്. എന്നാലും എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടന്നേക്കണേന്ന് ഒന്നറിയാൻ ശ്രമിക്കുന്നത് മാത്രം. പിന്നെ ഇന്ന് ജിൻസും യുൻഹിയും കണ്ടുമുട്ടിയത് അവരുടെ കോളേജ് ക്യാമ്പസിൽ വെച്ചാട്ടോ. അപ്പോൾ പറയും നമുക്കൊന്ന് കോളേജൊക്കെ ചുറ്റി കണ്ടാലോ എന്ന്. അവൻ സമ്മതിക്കും. അങ്ങനെ അവരവരുടെ കോളേജ് ക്യാമ്പസും ഫോട്ടോഗ്രാഫിക് ക്ലബ്ബൊക്കെ കയറി കാണാം. ശേഷം ഒരിടത്തിരിക്കും. അപ്പം യുൻഹി ഞാനും സംഗീതവും ബ്രേക്കപ്പ് ആയ ദിവസം അവൻ എന്നെ പൂൾ കളിക്കാൻ പഠിപ്പിച്ചു. ഒരു പ്രൊഫഷണൽ കളിക്കാരനെ പഠിപ്പിക്കുന്ന പോലെ അവൻ എന്നെ പഠിപ്പിച്ചേ. എന്നിട്ട് നീ തന്നെ കളിക്കാറായോ എന്ന് ചോദിച്ചു. ഞാൻ ആയെന്ന് പറഞ്ഞു. പെട്ടെന്നവൻ നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയാം. ഞാൻ കാരണം ചോദിച്ചു. പക്ഷേ അവൻ കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ഇതൊക്കെ മറക്കാൻ ഉടനെ തന്നെ മറ്റൊരു റിലേഷനിലാവണമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ അത് നടന്നില്ല. എന്നാ പിന്നെ ബ്രേക്കപ്പ് ആയതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമെന്ന് വെച്ചാ സാങ്വിയെ വീണ്ടും വിളിക്കാമെന്ന് വെച്ചേ. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നല്ല മഴ പെയ്യാട്ടോ. അത് തീരാത്ത ലക്ഷണം കാണാത്തതുകൊണ്ട് അവർ നനഞ്ഞ കാറിലോട്ട് പോണേ. പിന്നെ കുറച്ചു നേരം കാറിലിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ജിൻസു ഒരു സൈഡിലോട്ട് ചുണ്ട് കടിച്ചുപിടിച്ചിരിക്കുന്നത് യുൻഹി കാണും. അപ്പൊ യുൻഹി നീ എന്താ ചിന്തിക്കുന്നേ? ഞാനോ? ഹേ ഒന്നുമില്ലല്ലോ. അല്ല പണ്ട് നീ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴാ ഒരു സൈഡിലോട്ട് ചുണ്ട് കടിച്ചുപിടിക്കാറ്. ഇത് കേൾക്കുമ്പോൾ അവൻ ചിരിക്കും. എന്നിട്ട് പറയും പക്ഷേ എനിക്ക് നിന്നെപ്പറ്റി ഒരു ഓർമ്മയില്ല. ഒരുപക്ഷെ കോളേജ് കഴിഞ്ഞ പിന്നെ നമ്മൾ അധികം കോണ്ടാക്ട് ഉണ്ടായിണ്ടാവില്ല, അതായിരിക്കും. എന്നാ ഇപ്പോൾ മുതൽ അറിയാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുക. അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ. അവിടെ യുൻഹി ജിൻസുവിന്റെ വീട്ടിൽ വന്നേക്കാ. വന്നപാടെ അവൾ യൂജോന്ന് ഗിഫ്റ്റ് കൊടുത്ത ആ പട്ടിയെടുത്ത് കളിപ്പിക്കുക. അപ്പൊ ജിൻസു കുറെ ആൽബങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് വരുവാ. ഇതെന്താന്ന് അവളപ്പ ചോദിക്കും. ഇതൊക്കെ ഞാൻ മുമ്പെടുത്ത ഫോട്ടോകളാ, ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് കാണുമ്പോൾ നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി കൊണ്ടുവന്ന. അപ്പൊ യുൻഹി നീ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ ബാക്ക് സൈഡിൽ അതേക്കുറിച്ച് എഴുതി വെക്കാറുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ബാക്ക് സൈഡ് എടുത്ത് കാണിക്കുക. ഇത് കേട്ട് അവനെടുത്ത് നോക്കാ. അപ്പോഴും ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് അവൻ കാണും. അങ്ങനെ അവർ കുറച്ച് ഫോട്ടോസ് മറച്ചു നോക്കുമ്പോൾ ഒരു ഫോട്ടോസിന്റെ സ്ലൈഡ് കാണാം. ഉടനെ അവർ അത് പ്രൊജക്ടറിൽ ഇട്ട് നോക്കും. അങ്ങനെ പ്രൊജക്ടറിൽ ഫോട്ടോ കാണുന്നതിനിടയിൽ ജിൻസു യുൻഹിയെ തന്നെ നോക്കിയിരിക്കുക. പതിയെ യുൻഹിയും അവനെ തന്നെ നോക്കും. അവർ തമ്മിൽ ഒരു കിസ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ അവൻ്റെ ലാൻഡ് ഫോൺ ബെല്ലടിക്കുക. അവനപ്പോൾ അത് എടുക്കാത്തതുകൊണ്ട് നേരെ അത് വോയിസ് മെസ്സേജായി പ്ലേ ആവാം. സാങ്വിയോന്റെ മെസ്സേജ് ആയിരിക്കും അത്. ഡാ നാളെ ഞാൻ എത്തൂട്ടോ എന്ന് പറയാൻ വേണ്ടി അവൻ വിളിച്ചതായിരുന്നു. ഇത് കേൾക്കുന്നതോടെ ഞാൻ പോവാന്ന് പറഞ്ഞ് യുൻഹി അവിടുന്ന് പോകും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജിൻസുവും സാങ്വിയും കൂടി സംസാരിക്കുന്നതാ. അപ്പൊ സാങ്വിയോ ഹോ അവിടെ ചെന്നിട്ട് ഭയങ്കര ബോറാണെന്നടാ, എങ്ങനെയെങ്കിലും ഇവിടേക്ക് വന്നാൽ മതി എന്നായിരുന്നു. നീ എന്നടാ വല്ലാതിരിക്കണേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ. അപ്പം ജിൻസു യുൻഹിയുടെ കാര്യം പറയാനായിട്ട് ഒരുങ്ങാം. പെട്ടെന്ന് അവിടെ ഫോൺ ബെല്ലടിക്കുക. യുൻഹി ആയിരിക്കും അത്. സാങ്വിയോട് ഒന്ന് കാണണമെന്ന് പറയാ. ഇത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖം മാറുന്നുണ്ടെങ്കിലും അവൻ കാണാമെന്ന് പറയും. അതോടെ ജിൻസ് പറയാൻ വന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവനോടൊന്ന് പോവാ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം സാങ്വിയോയും യുൻഹിയും ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കാണുന്നതാ. അപ്പൊ യുൻഹി അവൻ്റെ ലേറ്റർ കൊടുക്കുക. ഇതിനാണോ നീ കാണണമെന്ന് പറഞ്ഞത്? അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ അത്? നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ജിൻസുവിനൊരു ഇഷ്ടമുണ്ടായിരുന്നില്ലേ? അവളെപ്പറ്റി നിനക്കെന്തെങ്കിലും അറിയുമെന്നറിയാനാ. ഇത്രയും നാൾ ഞങ്ങൾ അവളെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അറിയാവുന്നവൻ പറയാൻ തുടങ്ങും. നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞ് ലിയോ പട്ടാളത്തിൽ ചേരാൻ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും ഒന്ന് കൂടിയായിരുന്നു. അന്ന് നിനക്ക് എക്സാം ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അന്ന് ജിൻസു വളരെ ടെൻഷനിലും സങ്കടത്തിലൊക്കെ ആയിരുന്നു. അത് മാറ്റാനെന്നോണം ലിയോ ചോദിച്ചു. നമ്മുടെ ജൂനിയർ പെങ്കൊച്ച് നിന്റെ മഴവില്ല് ആയിട്ടുള്ള പ്രണയം എങ്ങനെ പോടാന്ന്. ഇത് കേട്ട് ജിൻസു ഭയങ്കരമായിട്ട് വയലന്റ് ആവാ. ഒന്ന് നിർത്താമോ എന്റെ മഴവില്ല്, അതൊന്നും അല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഉടനെ ഞാൻ അവൻ്റെ പുറകെ പോയി ചോദിക്കും എന്താണ് നിനക്ക് പറ്റിയെന്ന്. അപ്പം അവൻ നാളെ ഞാനും ആർമിയിൽ ചേരാൻ പോകാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. പിറ്റേ ദിവസം തന്നെ അവൻ ആർമിയിൽ ചേരാൻ പോവും. എന്നാൽ പോകുന്നതിനിടെ അവൻ്റെ മനസ്സ് മാറി അവൻ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങും. എന്നിട്ട് അവൻ്റെ മഴവില്ലിനെ കാണാൻ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അവൻ പട്ടാളത്തിൽ ചേരാൻ പോയേ എന്ന് സാങ്വിയോ പറയാ. അന്ന് തന്നെ യുൻഹി ഇതെല്ലാം ചെന്ന് ജിൻസുവിനോട് പറയും. നീ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് അവൾ, അതുകൊണ്ട് ഞാൻ വീണ്ടും തിരയണമെന്നാണോ നീ പറയുന്നേ? അവൾ ചിലപ്പോ നിന്നെ കാത്തിരിക്കുകയാണെങ്കിലോ? എന്നിട്ടെന്താ അവൾ എന്നെ ഇതുവരെ വിളിക്കാത്തേ? ശേഷം ജിൻസു അല്ല നീ എന്താ പെട്ടെന്ന് ഇപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നേ? സാങ്വിയോ കാരണമാണോ? അവൻ കാരണമാണ് ഞാനത് പറയണമെന്നാണോ നിന്റെ വിചാരം? ശരി എന്നാന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവാ. അന്ന് മുതൽ അവർ രണ്ടുപേർക്കൂടെ ഒരു അകൽച്ച ഫീൽ ചെയ്യാ. രണ്ടുപേർക്കും നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ പരസ്പരം വിളിക്കാനോ കാണാനോ ശ്രമിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജിൻസു എല്ലാ കാര്യങ്ങളും സാങ്വിയോട് പറയും. നീയാന്ന് കരുതിയാ അവളൊന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായിപ്പോയെന്ന് തോന്നുന്നു. അവൾക്കെല്ലാവരോടും
സ്നേഹമായിട്ട് പെരുമാറാനേ അറിയുള്ളൂടാ. എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ ആ കോളേജ് സമയത്ത് പറഞ്ഞു. പിന്നെ ഓർത്തപ്പോൾ ഇതൊന്നും ഇല്ലാത്തതാ നല്ലതെന്ന് തോന്നി. അതാ ഞാൻ അവളായിട്ട് ബ്രേക്കപ്പായേ. ജിൻസ് മോളും പിന്നെ സാങ്വി ചോദിക്കും, നിനക്കിപ്പോൾ ആ പെൺകുട്ടി ആരാന്നറിയാൻ ആഗ്രഹമില്ലെന്ന്. അതിന് അവൻ മറുപടി ഒന്നും പറയില്ല. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ യുൻഹി ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഒരു സാധനം തന്നിട്ട് ഓടിപ്പോവാ. അവളത് നോക്കുമ്പോൾ ജിൻസുവിൻ്റെ കോളേജ് ഐ ഡി കാർഡായിരിക്കും. ഉടനെ അവളത് യുൻഹിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. യുൻഹി നോക്കുമ്പോൾ മൈ റെയിൻബോ എന്ന് എഴുതിയ ഒരു സെയിലിംഗ് റോളും അതിൽ കാണും. ഉടനെ യുൻഹി ഫ്രണ്ടിനോട് ചോദിച്ച് ഇത് കൊണ്ടുവന്ന ആളുടെ പുറകെ പോവാ. എന്നാൽ അവളെത്തുമ്പോഴേക്കും അയാൾ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞൊന്ന് വൈകുന്നേരം യുൻഹി ജിൻസുവിനെ കാണാം, കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് അവൻ്റെ ഐ ഡി കാർഡും ഒപ്പം ആ റെയിൻബോന്റെ ഫീലിംഗ് റോളും അവന് കൊടുക്കും. എന്നിട്ട് നീ വേഗം പോയി നോക്കുന്ന പറയാ. അപ്പോൾ അവൻ എനിക്കിത് കാണണ്ട യുൻഹി എന്ന് പറയാ. കാണണ്ടാന്നോ? പിന്നീട് നീ തോർത്ത് ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോൾ ദുഃഖിക്കായിരിക്കും, എന്നാലും എനിക്കിത് കാണണ്ട. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവൾ എന്നെ മുമ്പ് സ്നേഹിച്ചിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഏതായാലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ അവൾ വന്നേനെ. എനിക്കിപ്പോൾ എന്താണുള്ളത് അതാണ് എനിക്ക് പ്രാധാന്യം. പിന്നെ നിനക്കിത് ആരാന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി നോക്കിക്കോന്ന് പറഞ്ഞ് ജിൻസു ആ ക്യാമറ റോൾ അവളുടെ കൊടുത്തിട്ട് അവിടുന്ന് പോവാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് യുൻഹി സാങ്വിയെ കാണാൻ വന്നേക്കുന്നതാ. അപ്പോൾ ചോദിക്കും, നീയല്ലേ ആ ഐഡിയ അവിടെ കൊണ്ടുപോയി തന്നത്? അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. നിനക്കറിയാമെങ്കിൽ ആദ്യമേ എന്നോട് പറയണ്ടേ, ഞാൻ വന്നത് ചോദിച്ചതല്ലേ. അപ്പോൾ അവൻ എന്നോട് ക്ഷമിക്കുന്ന പറയാ. അല്ലെങ്കിലും നീ എങ്ങനെയാ ഒരു കാര്യം തുറന്നു പറയില്ല? സത്യത്തിൽ നീ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ സാങ്വിയോ, ഈ പറഞ്ഞ ഞാൻ തിരിച്ചു ചോദിച്ചാലോ, നീയും എപ്പോഴെങ്കിലും എന്നെയും സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ എന്തെങ്കിലും ഒരു കാര്യം നീ എന്നോട് പങ്കുവച്ചിട്ടുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നല്ലാതെ നീ വലുതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കെല്ലാത്തിനും നീ വേണമായിരുന്നു, പക്ഷേ നീ അതിനൊരു അവസരം തന്നില്ല. നമ്മൾ ചേരേണ്ടവരല്ലായിരുന്നു യുൻഹി. അന്ന് ജിൻസു പട്ടാളത്തിൽ പോകുമെന്ന് പറഞ്ഞ ദിവസം ഞാൻ അവനെ യാത്രയാക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. ആ സമയത്തായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ കോളേജ് ഐഡി എനിക്ക് കിട്ടിയത്. അതിൽ റെയിൻബോ എഴുതിയ ഒരു ഫിലിം റോൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും അവൻ്റെ റെയിൻബോയെ ഒന്ന് കാണണമെന്ന് തോന്നി. ഉടനെ ഞാനത് പോയി നോക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെ, നീയായിരുന്നു. അന്ന് നമ്മുടെ റിലേഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ആർക്കും അതെന്നെ അറിയില്ലായിരുന്നു. ഇത് കണ്ട് പരിഭ്രമിച്ച് ഞാൻ വേഗം നിന്നെ കാണാൻ വന്നു. ആ സമയം തന്നെ ജിൻസു ട്രെയിനിൽ നിന്ന് ചാടി അവിടേക്ക് വന്നു. ഒരുപക്ഷെ നിന്നോടൊന്ന് ഇഷ്ടമെന്ന് പറയാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ നമ്മളെ അവൻ ഒന്നിച്ച് കണ്ടതോടെ നമ്മുടെ മുമ്പിൽ വരാതെ അവൻ അവിടുന്ന് പോയി. പക്ഷേ ഞാനും അവനെ കണ്ടായിരുന്നു. സത്യത്തിൽ നിങ്ങളായിരുന്നു ഒന്നിക്കേണ്ടത്. ഇതൊക്കെ കേട്ട് യുൻഹി ആകെ വല്ലാതാവാ. അവൾ അവിടെ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങി നടക്കാ. ഈ സമയം അവൾ ജിൻസുവിനോട് തനിക്ക് ഫ്രഷ് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതും അതുമായി ക്യാൻഡിലിൽ പിടിച്ചു നിന്നപ്പോൾ അവളുടെ തല മാത്രം കാണാതിരുന്നതൊക്കെ അവൾ ഓർക്കും. എന്നിട്ട് അവൾ നേരെ പോണത് അവരുടെ കോളേജിലേക്കാട്ടോ. അവിടെ ചെല്ലുമ്പോൾ ജിൻസുവിൻ്റെ ഒപ്പം ചിലവഴിച്ച ചില സമയങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുവാ. ആ സമയത്ത് ജിൻസുവും കയ്യിൽ കുറച്ച് ഫ്രഷ് പൂക്കളുമായി അവിടേക്ക് വരുന്നുണ്ട്. ഓഫീസിൽ പോയിട്ട് മനസ്സിനുണ്ട് സുഖമില്ലാഞ്ഞിട്ട് അവനും കാലെടുത്തിറങ്ങും. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് അവനും കോളേജിലെത്തും. പിന്നെ ഈ കോളേജിലേക്ക് വരുന്നതിനിടയിൽ താൻ സ്നേഹിച്ചിരുന്ന റെയിൻബോ യുൻഹിയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ അവനവിടെ വെച്ച് കാണുമ്പോൾ തന്നെ യുൻഹി അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കും. ഞാൻ ഡേറ്റിങ്ങിന് ഒരാളെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതവൻ പറഞ്ഞു തീർന്നതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുക. പിന്നെ നമ്മുടെ പ്രണയം യഥാർത്ഥമാണെങ്കിൽ അത് മഴ പോലെ പെയ്തിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുക. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സിനിമയെ വന്നവരേക്കും ബൈ.